അയ്യവ എന്താ അതിൻ്റെയൊക്കെ വലുപ്പം അറിയോ? നമ്മളൊരു പോത്തില്ലേ, പോത്തിൻ്റെ ഒക്കെ അത്ര വലുപ്പമുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടാലും അതിൻ്റെ വലുപ്പം മനസ്സിലാവുള്ളൂ. എന്താണല്ലോ ലുക്ക് ജിനോ. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ചീനു ആൻഡ് ഷക്കീർ. ഷൂട്ടന് അതിന്റെ ഇടല്ലേ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാണ്ട് തണുപ്പിനൊക്കെ ഇടുന്ന വാവ ഇതൊക്കെ തൊപ്പിയൊക്കെ ഇട്ടാണ്ട് എന്താണ് ഇഷുവാവ പോവല്ലോ നമുക്ക്. നമ്മളിന്ന് ഇവിടുത്തെ എന്താ ദുബായ് സഫാരി പാർക്ക് എന്തൊക്കെയാണ് പറയാറ്. അപ്പൊ അങ്ങോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അതെ, ഇവിടുത്തെ സൂ. അതായത് ജിനുവിന്റെ കുറച്ച് അല്ലേ, ജിനുവിന്റെ കുറച്ച് ആളുകളെ എന്റെ ആളുകളെ ജിനുവിന്റെ കുറച്ച് ആളുകളെ അവർക്ക് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുത്തെ സൂവിലാണുള്ളത്. അപ്പൊ അതിന് വേണ്ടിട്ട് പോവാണ്. എന്തായാലും ഓനെ സംസാരിക്കാൻ നോക്കാന്ന് കഴിഞ്ഞ വ്ളോഗിൽ പറയണ്ട എല്ലാവരും. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് എന്റെ വാവ സംസാരിക്കട്ടെ അല്ലേ? സംസാരിക്കൂലേ? കിർക്കനാണ്. ഏതായാലും അവന്റെ വണ്ടിയൊക്കെ ഉണ്ടല്ലോ പോവാന്. അവന്റെ വണ്ടിയിൽ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇൻട്രോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്ന് ചിലപ്പോൾ ഇൻട്രോ എടുക്കുമ്പോൾ സൗണ്ട് ക്ലിയർ ആവില്ല. ഇവിടുന്ന് ആകുമ്പോൾ നമ്മൾ കറക്റ്റ് സൗണ്ട് കിട്ടും. അപ്പോ നമ്മള് ടാക്സിയിലാണ് പോകാൻ വിചാരിക്കുന്നത്. കാരണം ടാക്സിയിലാവുമ്പോൾ 25 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. നമ്മൾ നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചാണ്, പക്ഷെ കുറച്ച് ലൈറ്റ് ആയി പോയി സംഭവം. ഞാൻ ഉറങ്ങി നീക്കാൻ തന്നെ കുറച്ച് നേരം വൈകി പോയി. അങ്ങനെ അങ്ങനെ ടൈം ഇപ്പോ രാത്രിയില്ല, ഉച്ചക്ക് 2 മണി ആവാറായി. അപ്പൊ ഇനി പോയി നോക്കാം. ഇസോ പോവല്ലേ? എന്നാല് പോവാൻ വരി ഫ്രണ്ട് ക്യാമറ ആവുമ്പോഴാണ് ശരിക്കും നോക്കാൻ കഴിയുള്ളൂ. ഓനെ തന്നെ കണ്ടങ്ങനെ കിട്ടിട്ടോ. ചെറിയ ഡെയിലി എക്സ്പെൻസുകൾക്കുള്ള അധിക വരുമാന സ്രോതസ്സാണ് നമ്മുടെ ഈ ബിനോമോയുടെ ഹോണസ്റ്റ് ട്രേഡിംഗ്. അതുപോലെ തന്നെ നമ്മുടെ ബിനോമോക്ക് 2 മില്യൺ യൂസേഴ്സിൽ അധികം ഇന്ത്യയിലുണ്ട്. ഇപ്പോൾ ട്രെൻഡിംഗ് ആയിട്ട് വരുന്ന ബിനോമോ ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ കുറച്ച് സംസാരിക്കാം. അപ്പോൾ അതിൽ നമ്മൾ സൈനപ്പ് ചെയ്യേണ്ടത് ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ജിമെയിൽ വഴിയോ ആണ്. അതിൽ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ഒരു അസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് വേണ്ട അസറ്റ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് നമുക്ക് ഈ അമൗണ്ട് സെക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട എമൗണ്ട് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പൈസയുടെ മൂല്യം നമുക്ക് ഗ്രാഫ് വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ലോസ് ആവാനും, പ്രെഡിക്റ്റ് ചെയ്യുന്നത് ശരിയാണെങ്കിൽ നമുക്ക് ഹൈ റിട്ടേൺസ് വരെ കിട്ടാനും സാധ്യതയുണ്ട്. ബിനോമോയുടെ മിനിമം റിട്ടേൺസ് 350 രൂപയാണ്. പക്ഷേ നിങ്ങൾ ഇതിലുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 750 രൂപ വരെ കിട്ടും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വിൻ ചെയ്ത എമൗണ്ട് PTM വഴി വിഡ്രോ ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു ആപ്പിനെ കുറിച്ച് പഠിക്കാൻ എഡ്യൂക്കേഷൻ എന്നുള്ള ഓപ്ഷനും ഡെമോ അക്കൗണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും എന്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക, ഞാൻ അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ പൈസ ആയിട്ടുള്ള കളി അത് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കുക. ടാക്സി കിട്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടുന്ന് കുറച്ച് പോവാനുണ്ട് അങ്ങോട്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ. കുറച്ച് നേരം വണ്ടിയിലൊക്കെ ഇരുന്ന്, പിന്നെ ഒന്നാമത് ട്രാഫിക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോരോ ഒച്ചയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കളിക്കുന്നുണ്ട് പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടിട്ട്. പിന്നെ അതവിടെ ഡ്രാഗൺ മാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. അപ്പം നമ്മളോട് ടാക്സിക്കാരൻ പറയുന്നതാണ് കേട്ടോ. അപ്പം അത് ചൈനക്കാരുടെ എല്ലാ ഐറ്റംസും കിട്ടുന്നൊരു മോളാണ്. അപ്പോൾ അത് 1-2 മോളുകൾ അങ്ങനത്തെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതാ നമ്മൾ സഫാരി പാർക്കിൻ്റെ ആ ഒരു ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി സൂല്. വിസുവാവനെ വണ്ടി ഫോൾഡ് ചെയ്താണ്ട് അതിൻ്റെ ഡിക്കിൽ കയറ്റിക്കാൻ കേട്ടോ. ഫോൾഡ് ചെയ്യാൻ കഴിഞ്ഞുകൊണ്ട് സുഖമാണ്. അപ്പം ജിനോ എന്നാ കയറല്ലേ? എന്നെ വെയിറ്റിങ്ങിലാണ് എല്ലാരും. കമ്മോൺ ജിനോ. ഭയങ്കര വെയിലുണ്ട്. അത് താത്തിയാണ് ആ സിബ് തുറന്നിട്ട് ഒന്നുകൂടി താത്താണ്ടല്ലോ. പോയില്ല നാല് ഇശിക്കുട്ട കാണൂലല്ലേ? എന്നാ ഒന്നുകൂടി പൊന്തിച്ചെടുത്താലേ. ജിനോ വേഗം വാ ജിനോ. സമയമില്ല, ഇപ്പൊ 3-3:30 ആവാനായി.
5 മണി വരെ സമയമുള്ളൂ. അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടു തീർക്കണം. 5 മണി വരെ സമയമുള്ളൂ. ഇപ്പം 3:30 ആയില്ലേ? എങ്ങനെ ടൈം കുറവാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വ്യൂ അല്ലേ? ഇതിൻ്റെ ഉള്ളോട്ട് കുറേ സംഭവങ്ങളുണ്ട്. പോയി നോക്കാം. ഏതായാലും എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളതെന്നൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. എങ്ങനെ സഫാരി പാർക്കിന്റെ അല്ലേ മുൻവശാണിത്. അതെ അതെ. ടിക്കറ്റ് നോക്കട്ടെ എത്ര റേറ്റ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ. എത്ര ആയാലും നമ്മളിവിടെ എത്തിയല്ലോ, കയറും അല്ലേ ജിനോ? തിരിച്ചു പോക്കില്ല. ഏതായാലും പോയി നോക്കട്ടെ. എൻട്രൻസ്, ഇത് എക്സിറ്റ്. ഒരാൾക്ക് 89 AED. പോവല്ലോ ജിനോ? അങ്ങനെ ആ ഭാഗത്തേക്കാണ് പോകുള്ളത്. ഓക്കെ. അതിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അവർ ഓരോരോ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോയിട്ട് എല്ലാ ആനിമൽസിനൊക്കെ കാണിക്കുന്ന ആ ഒരു പാക്കേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ നടക്കാമെന്ന് പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റൊക്കെ നമ്മൾ ആ ഒരു വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നടക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഇതൊക്കെ കാണാം. പിന്നെ അവിടെ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കിഡ്സ് ഫാമും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവം ഉണ്ട്. നമ്മളിപ്പോൾ ടോയ്ലറ്റ് തപ്പി ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ ഈ സഫാരി ടിക്കറ്റാണല്ലോ എടുത്തത്. അതായത് അവരാ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇസുവാവക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താ ജിനോ, മുത്താറിയല്ലേ? മുത്താറിയൊക്കെ ഇതിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇസുവാവക്ക് ഫുഡ് കൊടുത്തിട്ടാണ് നമ്മൾ വിവിധ സംഭവങ്ങളൊക്കെ അല്ലേ. നമ്മള് പട്ടിണി കിടന്നാലും ഇസുവാവക്ക് ആദ്യം കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ പരിപാടികളൊക്കെ നമ്മൾ നോക്കാറുള്ളൂ. അപ്പം ഇസുവാവക്ക് ഇരിക്കാനിപ്പോൾ നല്ലൊരു അല്ലേ സൗകര്യമുള്ള സാധനം ഉണ്ടായത് നല്ല സുഖമാണ്. മറ്റേ നമ്മള് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മള് വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ ജിനോ വേഗം കൊടുത്തോട്. ആമാന്ന് പറഞ്ഞിട്ട് എവിടെ വയ്ക്കുന്നുണ്ട്. ഇന്റെ പറച്ചോല ആമ കേക്കണ്ടത്. ഏതായാലും ആമനൊന്നും നോക്കട്ടെ പോയണ്ട്. ആമേ അപ്പൊ ഇവര് പറഞ്ഞെന്താ വെച്ചാല് നമ്മളാ ടിക്കറ്റ് എടുത്ത് നമ്മൾ വിചാരിച്ചു ഇവിടുന്ന് തന്നെ നമുക്ക് ആ വണ്ടി കിട്ടുമെന്ന് പോകാനുള്ളത്. പക്ഷെ അവര് പറഞ്ഞ് 5 മിനിറ്റ് ഇങ്ങോട്ട് വാക്ക് ചെയ്യണം, അല്ലെങ്കിൽ സൂപ്പർ ടാക്സി ഉണ്ട് പറഞ്ഞു. അതിന് അവിടുന്ന് വേറെ പൈസ വാങ്ങുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ നടക്കാൻ തന്നെ ഉള്ളൂ. അതിന്റെ ഉള്ളിലും ബിസിനസ് തന്നെയാണ്. അപ്പൊ ഏതായാലും നോക്കട്ടെ. അതെ ബിസിനസ് ഇല്ലാത്ത പരിപാടിയില്ല. ഏതായാലും ഇത് ഒരു എന്തൊക്കെ കുറെ കാണാണ്ട് ഇതിനുള്ളില്. എത്രമാത്രം കണ്ട് തീരുമെന്ന് അറിയില്ല. ഏതായാലും പോയി നോക്കാം. അപ്പൊ ജിനുവിന് പാമ്പിനൊക്കെ കയ്യിലെടുക്കണം എന്ന് പൂതിണ്ട്. നോക്കാം ജിനോ. റോട്ടിലൂടെ പോകുന്ന തീവണ്ടി അവിടുത്തെ ആളെ കൊണ്ടുവന്നേ അല്ലേ? ഒരു തീവണ്ടിന്റെ ലുക്കില്ലേ? എന്നാ തീവണ്ടി അല്ല, 2-3 ബോഗിയുള്ള ഒരു സംഭവം. ജിനോ ജിറാഫ്. ജിറാഫിനെ കാണാൻ എല്ലാവരും തടിച്ചു കൂടി നിൽക്കാട്ടോ. അപ്പൊ നമ്മള് സഫാരി ജേണിക്ക് പോകാനും വേണ്ടിട്ട് ഇപ്പൊ അങ്ങനെ ബസ്സിൽ കയറാൻ നിൽക്കുകയാണ്. അതിന്റെ ചെറിയ എന്തോ ഒരു വണ്ടി ഉണ്ട് അവിടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറെയും കുറെ സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഈ കാണുന്ന ബസ്സിലാണ് നമുക്ക് കയറാനുള്ളത്. ട്രോളർ ഇവിടെ വെക്കണം. ട്രോളറും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ബസ്സിൽ കയറാണ്ടായുണ്ട്. ട്രോളർ പാർക്കിംഗ് ഏരിയ ആണിത്. അല്ല ജിനോ? അപ്പൊ ബാഗും സാധനങ്ങളും ഇസുവിനെടുക്കണോ? ഇസുവിനെ എടുക്കണോ മോനെ തന്നെ? എടുത്തോട് ജിനോ. അല്ല ഞാൻ എടുക്കാം. ബസ് വെള്ളത്തിൽ കൂടെയാണ് പോകുന്നത്. Okay, on the right. Hippo. On the right. 3rd largest world mammals. അപ്പോൾ നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്നെ പറയുന്ന ഉണ്ട് എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ ആനിമൽസ് ആണ് ഇവിടെ ഉള്ളത്, കാണുന്നത്, അവരുടെ ഉത്ഭവം ഇടുന്ന അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അവരെന്നെ പറയുന്നുണ്ട്.
അപ്പം അത് പറയാനായിട്ട് ഒരാളും പിന്നെ ബസ്സിൻ്റെ ഡ്രൈവറുമാണ് നമ്മളോട് കൂടെ ഉണ്ടാവുക. പിന്നെ കുറച്ച് പേരും ഉണ്ടാവും ഇത് കാണാനായിട്ടുള്ളവർ. അപ്പം നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. Okay, our next exhibit you're going to see animals from Africa. We call it the African mix. Because it's animals from Africa. So who can name any animal from Africa other than me? Any other animal? From Africa? Giraffe. Very good. Lion. Rhinos. Antelopes and deer from Africa. We will see some here. We start from the right to the zebra. The zebra has only one color. It's not black and white. It's only black. The white is the fur. Near the back on the right is the greater kudu. Second largest antelope in Africa is the giraffe on the right. The heart of a giraffe is very heavy, weighs around 11 kg, to enable it to pump the blood up to the brain. Scimitar horned oryx. The scimitar horned oryx, you never see them in the wild. Very fast, 90 kilometers per hour. ഓരോരോ ആനിമൽസിനും ഒരു ഇതിൻ്റെ ഉള്ളിൽ ഗേറ്റിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ. അപ്പം ബസ് പോകുമ്പോൾ അതിങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് ഓപ്പൺ ആവും. പിന്നത്തെ അപ്പോൾ ഓരോരോ മൃഗത്തിനെ കാണുമ്പോൾ അവർ തന്നെ നമ്മളോട് പറയും അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം. King lion on the right. Oh my god! That's the lion is coming to us. സിംഹത്തിനെ കണ്ടോ? ശരിക്കും ഇസു ഉറങ്ങിയോ? ചെക്ക സിംഹത്തിനെ കാണാൻ തോന്നിയില്ല. സിംഹം സിംഹത്തിനൊക്കെ നേരിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. Okay, we have another one on the right. Look at the lion. That's a nice picture over there on the right. On the right, over on top of the rock. Wow, look at that one, Alicia. That's pretty. So the lion don't go for hunting. It's only the lioness. The female will go for hunting, but they're sleeping and protecting the territory. They're the kings. Rhinoceros on the left. Southern white rhinos. That's a big one. They cannot see. They have a very poor eyesight. They don't see, but have a very excellent sense of hearing and smelling. They smell their enemy. So our next exhibit, you're going to see a cow. Imagine a cow with very long horns, 3 tongue-sized horns. They are owned by kings in Africa. You're going to see the Watusi cattle owned by kings. On the left, used as a symbol of dowry payment. For example, you want to marry from Africa. This is what you take to the father, and the father will give you the bride. Watusi cattle. For bride price, also for social status and wealth. That's why they are owned by kings in Africa. One floating on the left. You see? In the water here. Male are 30% larger. You see him? ഈ ക്രോക്കോഡൈലിനെ കുറിച്ചിട്ട് അവർ പറയുന്ന 2 വർഷം വരെ അവർ ഒന്നും കഴിക്കാതെ അങ്ങനെ അത്രയും ചെറിയ മെറ്റബോളിസാണ് അവർക്ക് ഉള്ളത് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. The Barbies, most beautiful deer in Asia. Most beautiful deer ആണ്. Partly black and partly white because they change color seasonally. When it was summer, they were completely white. Now they are turning black because they are approaching winter to reflect the night. പിന്നീട് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മുടെ പുലിയെയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് പുലിനെ എങ്ങനെ നേരിട്ട് അടുത്തുനിന്ന് കാണുന്നത്.
എന്താ അതിൻ്റെ ഒരു ഗാംഭീര്യം എന്നറിയോ. ഇസുവാക്ക് പിന്നെ പുലിനെ കാണാനൊന്നും കഴിഞ്ഞില്ല, അവനാ നേരത്തെ ഉറങ്ങുമായിരുന്നു. അപ്പം ഈ ഒരു പുലിനെ കണ്ടപ്പോൾ കൂടെ പോയി നിന്ന് സെൽഫി എടുക്കാനൊക്കെ തോന്നിയിരുന്നു. പക്ഷെ ഭയങ്കര പേടിയുണ്ട് കേട്ടോ തന്നെ. പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പം നമ്മളെപ്പോലും ചിലപ്പോൾ അറ്റാക്ക് ചെയ്തു പോവും. അതുകൊണ്ട് ബസ്സിൽ തന്നെ നമ്മളെ കൊണ്ടുപോകണം ഭയങ്കര സേഫ്റ്റി ഒക്കെ ആയിട്ടാണ്. The ear. White spots behind the ear. അയ്യോ എന്താ അതിൻ്റെയൊക്കെ വലുപ്പം അറിയോ. നമ്മളൊരു പോത്തില്ലേ, പോത്തിൻ്റെ ഒക്കെ അത്ര വലുപ്പമുണ്ട്. നമ്മൾ നേരിട്ട് കണ്ടാൽ അതിൻ്റെ വലുപ്പം മനസ്സിലാവുള്ളൂ. എന്താണല്ലോ ലുക്ക് ജിനോ, അടിപൊളിയല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാന്. ജിനോ വന്ന മുതലായില്ലേ, ടൈഗറിനെ കണ്ട് സിംഹത്തിനെ കണ്ട്. ഓ എമ്മാര് വലുപ്പം അറിയോ ടൈഗറൊക്കെ. ഇസുവാ ഉറങ്ങിപ്പോയി. Here we are going to. അപകടകാരിയായ ഡോഗാണെന്നാ പറയുന്നത് കേട്ടോ. ഭയങ്കര അപകടകാരിയാണ് ഈ സാധനം. ഭയങ്കര കടി കൂടുണ്ട് ഇവിടുന്ന് തന്നെ, ഇപ്പൊ തന്നെ കടി കൂടുണ്ട്. എന്താ ഒരു പുലിന്റെ ഒക്കെ ലുക്ക് ഉണ്ട്, പുലിന്റെ ഒക്കെ ഒരു ലുക്ക്. എന്താ അവനൊക്കെ നോട്ടം കണ്ടില്ലേ. ആര് ആര് Go outside. വെരി ഡേഞ്ചറസ്, വെരി ഡേഞ്ചറസ് എന്നാണ് പറയുന്നത്. കടിച്ച് കീറും. അതാ സ്ഥാനങ്ങളില്ല. ഇവിടുന്ന് ആർക്ക് പുറത്ത് ഇറങ്ങാൻ ധൈര്യമുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ടോ. For Africa, this one is a farm buffalo. നാഷണൽ A അനിമൽസ് ആണ് domestic ഫിലിപ്പൈൻ്റെ. buffalo, second producers of milk after the cow. നമ്മൾ ഇനി ചീറ്റനാണ് കാണാൻ പോകുന്നത്. Cheetah belongs ഫാസ്റ്റസ്റ്റ് to the റണ്ണിങ് small അനിമൽ ആണ് കേട്ടോ. type. We don't classify them as a lion. ലോകത്തിലെ വേഗം കൂടിയ അനിമലാണ്. He's on the left ആള് now. പോടാൻ നിൽക്കണ നോക്കണ്ട, ഓടിയ പിന്നെ കാണാൻ കിട്ടൂല. എന്തോ കണ്ടിട്ട് ഓടുന്നുണ്ട് കേട്ടോ, എന്തോ കണ്ടിട്ട് ഓടുകയാണ്. ഓടി ഓടി I've been your guide, Irene, and our driver, Wajid. Thank you very much. Come back again and bring a friend. Thank you. സഫാരി കഴിഞ്ഞ് ആകെ സങ്കടമായി പോയി. എല്ലാം കഴിഞ്ഞു. എന്നാലും ഒരുപാട് ഒരുപാട് സംഗതികളൊക്കെ നമ്മൾ കണ്ടു. ജിനോ സഫാരി കഴിഞ്ഞിട്ടോ ജിനോ, തീർന്നു. കഴിഞ്ഞപ്പോഴാ ഇനീറ്റ് നല്ല കോളായി. ജിനോ താങ്ക് യു ഒക്കെ പറഞ്ഞു അല്ലേ, ആള് നല്ല രീതിയിൽ പറഞ്ഞു എല്ലാ കാര്യങ്ങളും. നമ്മൾ ട്രോളി എവിടെ വെച്ച് നമ്മള് കേറിയ സ്ഥലല്ലേ, നോക്കാം. ജിനോ എങ്ങനെ ഉണ്ടായിരുന്നു സഫാരി? മുതലായി പൂതി ഉണ്ട് അല്ലേ. പക്ഷെ അവിടൊക്കെ അവര് പറഞ്ഞെന്താ പറയാ, അവിടെ ഒരു ഡോഗൊക്കെ ഉണ്ട്. അതിന്റെ അടുത്തൊക്കെ നമ്മള് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ പിച്ച് ചീന്തി തീർത്ത് കളയും. അത്രക്കും സാധനങ്ങൾ അവിടെ ഉണ്ട്. ആർക്കാ ധൈര്യമുള്ളവരെ ചോദിച്ച് പിന്നെ എല്ലാം ഉണ്ടാകും കേട്ടോ. ധൈര്യം ഉണ്ടവരെ ഇറക്കി വിടും കേട്ടോ. അപ്പം അടിപൊളിയല്ലേ എണ്ണ. പിന്നെ ടൈഗർ ഇതിനൊക്കെ ആദ്യമായിട്ട് നമ്മൾ ജീവിതത്തിൽ കാണല്ലേ, അത്ര അടുത്തുനിന്ന്. എന്താ സെറ്റപ്പ് പറയാം. ഒരു നമ്മള് കാണുന്ന മാരൊന്നുമല്ല, നല്ല വലുപ്പുണ്ട് സാധനം. നമ്മളൊരു പോത്തില്ലേ അതിന്റെ ഒക്കെ അത്ര വലുപ്പുണ്ട്. നമ്മളെ വലിയ പോത്തില്ലേ അതിന്റെ ഒക്കെ അത്ര വലുപ്പുണ്ട് സാധനം. നമ്മള് വീഡിയോയിലൊക്കെ കാണുമ്പോ സാധനം ചെറുതേക്കാറും. ഇനി എന്തൊക്കെ കാണാണ്ട് ഇവിടെ അല്ലേ. ഇതിപ്പോ ജസ്റ്റ് സഫാരി മാത്രമേ കണ്ടിട്ടുള്ളൂ. നോക്കാം. ഇവിടെ എത്തിയാണ്ട് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഇസുവിനൊരു പുതിയ ഫോട്ടോ എടുക്കാൻ അല്ലേ. ഇസ കിട്ടോ നൈത്തിക്കോ ഇരിക്കോന് എടി. ഇജു പേടിയുണ്ടോ? ഇപ്പൊ വട്ടാസിന്റെ ഏരിയ ആണിത്. അതാ നമ്മള് ഈ വെള്ളത്തിന്റെ അവിടെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇതിന്റെ ഉള്ളില് കാണാം, പക്ഷെ സാധനത്തിന് കാണില്ല. അതെ, ഫോട്ടോസ് ഒന്നും അവിടെ ഉണ്ട്, പക്ഷെ ഇതിനെ കാണുന്നില്ല. ഇവിടെ വരുന്നില്ല കേട്ടോ. വരികയാണെങ്കിൽ കാണായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് അടിക്കാൻ പോവാണ്. അപ്പൊ കുറച്ചും കൂടി നേരത്തെ വരണ്ടീനി അല്ലേ. നമ്മള് കുറച്ച് ലൈറ്റായി പോയി. എന്നാലും നമ്മള് സഫാരി അല്ലേ, സഫാരി അടിപൊളിയായി. നമ്മൾ കുറെ മൃഗങ്ങളൊക്കെ കണ്ട് ഉഷാറായി. ഇവിടെ ഫുള്ള് ലൈറ്റിംഗ് ആണല്ലോ. ഇതെന്താ മങ്കീസ്? ഇസുവിന് വാങ്ങണോ മങ്കി? കുറെ സെറ്റപ്പ് ഉണ്ട് ഇതിന്റെ ഉള്ളില്.
ഓരോ സംഭവങ്ങൾ വാങ്ങാനുള്ള പാമ്പൊക്കെ ഉണ്ട്. ഇതിന് ഓർമ്മ ഉണ്ടോ എന്നെ പ്രാങ്ക് ചെയ്ത പാമ്പ്? ഓർമ്മ ഉണ്ടല്ലേ? ആ പാമ്പിനെ കണ്ടില്ല. പക്ഷെ നമ്മള് അത് ഈ സൂലല്ല, അൽ ഐൻ സൂലായിരുന്നു പോകേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകുന്ന സ്ഥലം ഡേറ ഓൾഡ് സൂക്ക് കേട്ടോ. ഇവിടുത്തെ മെട്രോ സ്റ്റേഷനൊക്കെ ഇവിടുത്തെ ഒരു ഓൾഡ് ടൈപ്പ് ആയിട്ടോ. ഇവിടെ ഒരു ഓൾഡ് സൂക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇവിടെ. അപ്പോൾ അതാ കാണുന്ന ഒരിതാണ്. അപ്പോൾ ഇതിലൂടെ ജസ്റ്റ് ഇങ്ങനെ നടന്നാൽ മതി, അവിടെ അപ്പുറത്തെത്തും. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്നതിൻ്റെ ഇടയിൽ തന്നെ ദേറ ഓൾഡ് സൂക്കിൽ ഇറങ്ങിയിട്ടോ. അപ്പം അവിടെ നമ്മൾ ഓൾഡ് സൂക്കിൽ എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു വെള്ളക്കെട്ട് കിടക്കണം. അപ്പോൾ അതിന് ബോട്ടിലൊക്കെ ആർട്ടിയൻ്റെ ബോട്ടിനാണ് നമുക്ക് 1 റിയാൽ മാത്രമേ അതിന് കിടക്കാനുള്ളൊരു ഇത് വരുന്നുള്ളൂ. അപ്പം അതൊക്കെ കിടന്ന് ഇവിടെ എത്തിയപ്പം ഭയങ്കര സെറ്റപ്പിൽ നല്ല എന്താ പറയുക, അറബികളൊക്കെ വലിക്കുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഓരോരോ ഭാഗത്തോട്ടായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഓൾഡ് സൂക്കിൻ്റെ ആ ഭാഗത്തോട്ട് ഇപ്പോൾ നടക്കുന്നത്. അപ്പം പല ഐറ്റംസ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് വീണ്ടും വീട്ടിലേക്ക് തന്നെ ഇറങ്ങുകയാണ്. അപ്പോൾ അധികം നേരം വൈകണ്ടെന്നൊക്കെ വിചാരിച്ചു. ജിനോ, ഇവിടെ ഒക്കെ ഒരു ഓൾഡ് സെറ്റപ്പിലല്ലേ ചെയ്തത് അല്ലേ? ഈ ഒരു സ്ഥലത്തിന്റെ അതേപോലെ ഒരു ഓൾഡ് സെറ്റപ്പിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇവിടെ ഒന്നും ആരും കാണുന്നില്ല കേട്ടോ. ഈശുക്കുട്ടനാണെന്ന് കേട്ടോ ഇതുവരെ ഉറങ്ങിനി. കാറൊക്കെ ഉണ്ടല്ലോ കളിക്കാന്. അപ്പോ ഇസുവാവത് അവിടുത്തെ കളി തുടങ്ങി. ഇവിടുത്തെ മെനു കാർഡൊക്കെ എടുത്ത് തിന്നാൻ നോക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ കാറൊന്നും വേണ്ടപ്പോ. എന്താ സിംഗ പരിപാടി? ആദ്യം ഒരു ഡ്യൂ കുടിക്കട്ടെ, ഗ്യാസൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒഴിഞ്ഞു പോട്ടെ. ആദ്യം ബർഗർ കഴിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. ബർഗറിൽ തൈരോ മയോണൈസ് ഇല്ല. കഴിച്ചു നോക്കാം. സൂപ്പർ സൂപ്പർ. और കുഴപ്പമില്ല, और കുഴപ്പമില്ല. കഴിച്ചു നോക്ക്. അല്ലല്ല കൂട്ടി കഴിക്കും. സോഫ്റ്റ് ഉണ്ടല്ലേ? ബിരിയാണി ഇവിടെ വെയിറ്റിങ്ങിലാണ് നമ്മളെ കാത്ത്. ആദ്യം അത് കഴിച്ചിട്ട് തുടങ്ങും. സത്യം പറഞ്ഞാൽ ബർഗർ തന്നെ കഴിച്ചിട്ട് വയറ് നിറഞ്ഞു അല്ലേ? അതുകൊണ്ടാണ് ജിനു പറഞ്ഞ് ഒരു ചിക്കൻ ബിരിയാണി പോരെ വെച്ച്. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കി. അപ്പം ഇനിയിപ്പോൾ ഈ ചിക്കൻ ബിരിയാണി 2 കഴിക്കണം. എന്നെ കഴിയുമെന്ന് അറിയില്ല അല്ലേ ജിനു? ബർഗർ കഴിച്ചപ്പോൾ തന്നെ ഒരു ഇതായി. ഏതായാലും കഴിക്കാം. ഇതൊന്നും നമുക്ക് ശരിയാവില്ല. നല്ല വയറ് നിറയുള്ളൂ, വയറും മനസ്സും നിറയുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത വ്ളോഗ് ഗൈഡ് കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.